എത്ര നേരായി സാറേ, ഇതെന്ത് കോലാടാ നിന്റെ? എന്താണ് എന്താണ് ഈ കൊല്ലത്തിന് കുഴപ്പം? അല്ലെങ്കിൽ നിങ്ങളെ പോലുള്ള ആൾക്കാരെ കാണിക്കാനല്ല ഞാൻ ഈ സ്റ്റൈല് പിടിച്ചത്. ചിക്സ് വരുന്ന് നല്ല പെട ടീംസ് വരുക മാത്രല്ല വീഴുകയും ചെയ്യും. അതൊക്കെ അവിടെ ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ കാര്യം എന്തായി? എടാ നിങ്ങൾ എന്ത് വർത്താനം ഈ പറയുന്നത്? ഇത് നിങ്ങളെ പോലുള്ള ആളുകൾക്ക് നടപടിയാണ് കാര്യമില്ല. ഇങ്ങനെ തെറിച്ച് നിൽക്കണം ക്യാമറയുടെ മുമ്പിൽ. ഇതേ ഇത് കണ്ടോ, 5 പൈസക്ക് വിലയില്ലാത്ത സാധനമാണിത്. വാങ്ങിയതിൻ്റെ 4ാമത്തെ ദിവസം പിടിയൂരി നമ്മുടെ കയ്യിൽ വരും. പക്ഷെ നമ്മുടെ ഡയലോഗ് കേട്ടാലോ, അങ്ങ് ആൻറ്റമാനിന്ന് വരെ ആൾക്കാർ ടിക്കറ്റ് ബുക്ക് ചെയ്ത് സാധനം വാങ്ങണം. അതാ പറഞ്ഞേ, ഇത് നിങ്ങളെ കൊണ്ട് നടപടിയാകണ കാര്യമല്ലാന്ന്. നോക്കട്ടെ. എന്റെ കയ്യിലിരിക്കുന്ന ഈ മൾട്ടി ഫ്രൈ പാനിന്റെ പ്രത്യേകത എന്താണ് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. അയല, മത്തി, ചൂര, ബീഫ്, ബ്രെഡ്, ബട്ടർ എന്തുമാകട്ടെ കൃത്യം 11:50 നിങ്ങൾ തുടങ്ങുന്നതെന്ന് വിചാരിക്കാം. ഒരേ സമയം പാന്റെ ലെഫ്റ്റ് ടോപ്പിൽ വെച്ചിരിക്കുന്ന അയല കഷ്ണങ്ങൾ വെന്ത് മുരിഞ്ഞ് വരുമ്പോഴേക്കും റൈറ്റ് ടോപ്പിൽ വെച്ചിരിക്കുന്ന ബുൾസൈ, മകൾക്കായുള്ള ബുൾസൈ റെഡി ആയിട്ടുണ്ടാവും. കുഷനിൽ കാലം നീട്ടി വെച്ച് ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഭർത്താവ് നിങ്ങളോട് ചോദിക്കുകയാണ് ഒരു കഷ്ണം ബീഫ് ഫ്രൈ താടിന്. അപ്പോൾ ലെഫ്റ്റ് ബോട്ടത്തിൽ നിന്നും ബീഫ് എടുത്ത് പ്ലേറ്റിലാക്കി കൊടുക്കുമ്പോഴാണ് നിങ്ങളുടെ അമ്മായി അച്ഛന് ഒരു കഷ്ണം മുരിഞ്ഞ ബ്രെഡ് വേണം തോന്നുന്നത്. ഉടൻ തന്നെ ഓൺ ദ സ്പോട്ടിൽ മൂപ്പർക്ക് ബ്രെഡ് എടുത്ത് പകർന്നു കൊടുക്കുമ്പോഴാണ് നിങ്ങൾ ക്ലോക്കിൽ വീണ്ടും നോക്കുന്നത്. സമയം 11:55 ആയിട്ടുള്ളൂ. 23 മണിക്കൂറും 55 മിനിറ്റും ഒരു ദിവസത്തിൽ ഇനിയും ബാക്കി. മതി, നാളെ രാവിലെ 9 മണി സ്റ്റുഡിയോയിലേക്ക് വാ. ഇത് ഞാൻ പൊരിക്കും. ആർട്ടിസ്റ്റ് ബെബ്ബ അടിക്കുന്ന പരിപാടിയാണെങ്കിലേ പാതി വഴിക്കിട്ടിട്ട് ഞാൻ എൻ്റെ പാട്ടിന് പോകും. അത് നീ എനിക്ക് വിട്ടേക്ക് മോനെ, ഇത് വേറെ ലെവലായിട്ടാണ്. നീ നോയിക്കോ, നമ്മളവിടെ ചെല്ലുമ്പോഴേക്കും കക്ഷി ഫുൾ ബൈഹാർട്ട് പഠിച്ച റെഡി മണിയായിട്ട് അവിടെ ഇരിപ്പുണ്ടാവും. വേറെ ലെവലാണ്, പൊളിയാണ്. പൊളിയാണെങ്കിൽ കൊള്ളാം. ആർട്ടിസ്റ്റ് റെഡി മണിയായിട്ട് നിൽപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് എവിടെ കാണുന്നില്ലല്ലോ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഒരു മിനിറ്റേ, ഇപ്പോൾ. ഹലോ, എവിടെയാണ്? എടോ വാടോ. എവിടെ? ഇതാണാ നിന്റെ കൃത്യനിഷ്ഠയുള്ള ആർട്ടിസ്റ്റ്? വരുവാടാ, വരകല്ലേ, സമയമുണ്ട്. സോറി കുറച്ച് ലേറ്റ് ആയി പോയി. കുറച്ചല്ല, കൃത്യം 9 പറഞ്ഞിട്ട് 9:45. സമയങ്ങളല്ലേ, കയറിപ്പോ. ലൈറ്റ്സ്. എന്താണ് എന്റെ കയ്യിലിരിക്കുന്ന ഈ മൾട്ടി ഫ്രൈ പാന്റെ പ്രത്യേകത നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. അയല, മത്തി, ബീഫ്, ബ്രെഡ്, ബട്ടർ എന്തുമാകട്ടെ കൃത്യം 11:50 നിങ്ങൾ തുടങ്ങുന്നത് വിചാരിക്കുക. ഒരേ സമയം പാന്റെ ലെഫ്റ്റ് ടോപ്പിൽ വെച്ചിരിക്കുന്ന അയല കഷ്ണങ്ങൾ വെന്ത് മുറിഞ്ഞു വരുമ്പോഴേക്കും റൈറ്റ് ടോപ്പിൽ നിങ്ങളുടെ മകൾക്കായി വെച്ചിരിക്കുന്ന ബുൾസൈ റെഡി ആയി കഴിഞ്ഞിരിക്കും. കുഷനിൽ കാലം നീട്ടി വെച്ച് ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഭർത്താവ് നിങ്ങളോട് ചോദിക്കുകയാണ് ഒരു കഷ്ണം ബീഫ് ഫ്രൈ താടി. ഉടൻ തന്നെ ലെഫ്റ്റ് ബോട്ടത്തിൽ നിന്നും ബീഫ് എടുത്ത് പ്ലേറ്റിലാക്കി കൊടുക്കുമ്പോഴാണ് നിങ്ങളുടെ അമ്മായി അച്ഛന് ഒരു കഷ്ണം മുരിഞ്ഞ ബ്രെഡ് വേണം തോന്നുന്നത്. ഓൺ ദ സ്പോട്ടിൽ മൂപ്പർക്ക് റൈറ്റ് ബോട്ടത്തിൽ നിന്നും ബ്രെഡ് എടുത്ത് പ്ലേറ്റിലാക്കി പകർന്നു കൊടുക്കുമ്പോഴാണ് നിങ്ങൾ ക്ലോക്ക് വീണ്ടും നോക്കുന്നത്. സമയം കൃത്യം 11:55 ആയിട്ടുള്ളൂ. 23 മണിക്കൂറും 55 മിനിറ്റും ഒരു ദിവസത്തിൽ നിങ്ങൾക്ക് ഇനിയും ബാക്കിയുണ്ട്. ഇതാണ് ഇന്ത്യയിലെ ഓരോ വീട്ടമ്മമാർക്കും നമ്മൾ തരുന്ന ഉറപ്പ്. ആ വെള്ളം തരുമോ? ഞാൻ കണ്ടിട്ടുണ്ട് തന്നെ. ഞാനും 4 വർഷം മുമ്പ് ഫൈൻ ആർട്സ് ഗാലറിയിൽ എൻ്റെ പെർഫോമൻസ് നീയല്ലേ ക്യാപ്ചർ ചെയ്ത്? ഹർഷൻ അല്ലേ? നിനക്കെൻ്റെ പേര് ഓർമ്മയുണ്ട്. മാധുരി, എനിക്കിത് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ഇവിടെ ഇങ്ങനൊരു വേഷത്തിൽ ഇതിനു വേണ്ടി
രഞ്ജൻ സാർ വരുന്നുണ്ട് നാട്യക്ഷേത്രത്തിൽ 21-ന്. അന്നപൂർണ്ണ മാഡത്തിൻ്റെ കളരിയല്ലേ, ഒന്ന് കളിച്ചു നോക്ക്. ഞാൻ സംസാരിക്കാം. മതി. Better next time, മാധുരി. മാഡം, ബാക്കിയുള്ളവരോട് റെഡി ആവാൻ പറഞ്ഞു. മാഡം, ഒരു സെക്കൻഡ്. സർ, ഒന്നും കൂടെ ഒന്ന് ആലോചിച്ചൂടെ? അയാൾക്കൊരു ചാൻസും കൂടെ. ഹർഷൻ, തനിക്ക് മനസ്സിലായ അവിടെ കണ്ടതെന്താണെന്ന്? എടോ, കൃഷ്ണസ്തുതിയാണ് വർണ്ണം, രീതികളുള്ള രാഗം, ഇഷ്ടദേവനോടുള്ള ആരാധന, അതായത് പ്രണയം. അതാണോ നീ അവളുടെ മുഖത്ത് കണ്ടത്? ഹർഷൻ, ഇത് ആർക്കു വേണ്ടിയാണ് നീ കാല് പിടിക്കുന്നത്? മാധുരി, എന്നോടുള്ള ദേഷ്യം വെച്ചുകൊണ്ടാണ് നീ ചൂട് വെക്കുന്നത്. ഒന്ന് ഞാൻ പറയാം, നീ എന്ന് നിന്റെ ഉള്ളിനെ അറിയുന്നു അന്നേ നിനക്ക് ഉയർച്ചയുള്ളൂ. എൻ്റെ കല എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. തൽക്കാലം അത് വിട്ട് ലോകം ചുറ്റാൻ എനിക്ക് താല്പര്യമില്ല. ഞാനിവിടെ വന്നത് തന്നെ ഹർഷൻ പറഞ്ഞിട്ടാ. രഞ്ജൻ എന്നെ അംഗീകരിക്കില്ല എന്ന് എനിക്കറിയായിരുന്നു. നാഷണൽ ലെവലിൽ കുറച്ച് സ്റ്റേജസ് കിട്ടിയാണ് നിനക്ക്, പിന്നെ പൈസയും. യയാതിയുടെ കഥ കേട്ടിട്ടുണ്ടോ നീ? ആസക്തി മൂത്ത് മകന്റെ യൗവനം മരുന്ന് മേടിച്ച യയാതിയുടെ പുരാണത്തിലെ ആ കോർപ്പറേറ്റ് കണക്കൊന്നാണിത്. മകന്റെ അല്ല, കൂടെയുള്ള എല്ലാവരുടെയും ഊർജ്ജം ഊറ്റിയെടുത്ത് വരണം. രഞ്ജന്റെ ഇന്നത്തെ ഫെയിമിലും കളറിലും ഒക്കെ കൂടെ പഠിച്ച നമ്മൾ ഓരോരുത്തരുടെയും വയർപ്പിന് വിലയുണ്ട്. പഠിപ്പിച്ച ഗുരുവിൻ്റെ ഇന്നത്തെ അവസ്ഥ കണ്ടാൽ മതി. നൃത്തം വിൽക്കാൻ എനിക്ക് താല്പര്യമില്ല ഹർഷൻ. അതെൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കട്ടെ. ആ പിന്നെ നമ്മുടെ പാൻസിങ് നിന്നെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. പാൻസിങ്ങിനോട് പറ മര്യാദയ്ക്ക് കാശ് തരാനായിട്ട്. വായിട്ടലച്ചതും പോരാ. എന്താണ് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ മൾട്ടി ഫ്രൈ പാൻ്റെ പ്രത്യേകത നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. അയില, മത്തി, ബീഫ്, ബ്രെഡ്, ബട്ടർ എന്തുമാകട്ടെ കൃത്യം 11:50 നിങ്ങൾ തുടങ്ങുന്നത് വിചാരിക്കുക. ഒരേ സമയം പാൻ്റെ എന്താണ് നിന്റെ സ്പോൺസറിന്റെ പ്രശ്നം? അയാളുടെ തലയ്ക്ക് വല്ല ഓളം ഉണ്ടോ? എനിക്കറിയാൻ പാടില്ല. ഞാൻ അങ്ങനെയോട് പരമാവധി പറഞ്ഞു നോക്കി. ആർട്ടിസ്റ്റ് ഓവർ ആക്ടിങ് ആണെന്ന് അങ്ങനെ പറയുന്നത്. കോപ്പ് എന്നെ അവൻ വന്നേട്ടെ നല്ലവന്. മര്യാദയ്ക്ക് ചെയ്ത വർക്കിന്റെ പൈസ കൊടുക്കാൻ പറയണം. എടാ കിട്ടണ്ടേ? മാധുരി, മാധുരി, മാധുരി നിക്ക്, ഞാൻ പറയട്ടെ. ഇതിലും നല്ല ഏത് ആർട്ടിസ്റ്റിനെ കിട്ടാനാടാ നിനക്ക്? ഇനി അങ്ങോട്ട് തന്നെ എടുത്താൽ മതി. ഡാ നിക്ക്.
കൂട്ടുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ട് മാധുരി. ഫീസ് കൂട്ടിയത് പോട്ടെ, എൻ്റെ കുട്ടി ഇത്ര കാലമായിട്ട് എന്താ പഠിച്ചത്? ഇത്തവണ സ്റ്റേറ്റ് ലെവലിൽ കളിപ്പിക്കണമെന്ന് കരുതിയതാ. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ? കുട്ടിക്ക് ഇനി സമയം ആവശ്യമുണ്ട്. തന്നോടത്തോളം സമയമൊക്കെ മതി, ഇനി നിർത്തുക. വാടി. പോവേണ്ടവർക്കൊക്കെ പോവാം. പെട്ടെന്ന് എടുത്തു തരാനേ എൻ്റെ കയ്യിൽ നിധിയൊന്നുമില്ല. പിന്നെ നാട്ടിൽ വേറെ ടീച്ചർമാരില്ലാത്ത പോലെ ഒരു ഭൂലോക നർത്തകി വന്നിട്ടു. ഒന്ന് കരയാൻ തോന്നുന്നുണ്ടോ? വേണ്ട സ്ഥലത്ത് ഈ പെർഫോമൻസ് കാണിച്ചിരുന്നതിൽ ഒരുപാട് കാര്യം ഉണ്ടായേനെ. രഞ്ജൻ പറഞ്ഞതിലും കാര്യമില്ലായ്മയില്ല. പക്ഷെ ആ സമയത്ത് ഉള്ളിൽ പ്രണയമൊക്കെ തോന്നണ്ടേ? എന്നിട്ടിപ്പോൾ തോന്നുന്നുണ്ടോ? ആറുമാസം കൊണ്ട് നർത്തകിയാകാൻ വരുന്നവർക്ക് കൊടുക്കാൻ എൻ്റെ കയ്യിൽ ഒന്നും തന്നെയില്ല ഹർഷൻ. ഇതൊരു തപസ്സാണ്, ഒരു തരം ധ്യാനം. അതിലുപരി എൻ്റെ ആനന്ദമാണ്. രീതിഗൗഡ രാഗത്തിലെ കൃഷ്ണവർണ്ണത്തില് നായികയ്ക്ക് ആരോടാണ് പ്രണയം തോന്നുന്നത്? ഇഷ്ടദേവനായ കൃഷ്ണനോടാണോ? പോരാ. അർത്ഥം അതിലും വലുതാണ്. ലവിങ് ദ സുപ്രീം കോൺഷ്യസ്നെസ്, ദി അൾട്ടിമേറ്റ് റിയാലിറ്റി. ജീവാത്മാവിൻ്റെ പരമാത്മാവിലേക്കുള്ള ഒരു പ്രയാണം. പ്രണയമാണ് ഹർഷനിത്, അനന്തമായ പ്രണയം.
മാധു എക്സലന്റ് വർക്ക്. ഞാൻ ടോട്ടലി ഫ്ലാറ്റഡ് ആയിരുന്നു. ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. ഒന്നും പറയാനില്ല കേട്ടോ. എന്തൊരു എനർജി ആയിരുന്നു നിനക്ക്. ഞാൻ വരുന്നുണ്ട് നിന്നെ കാണാൻ. കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരണം. അപ്പൊ വൈകിട്ട് വിളിക്കാവേ. ഇച്ചിരി തിരക്കുണ്ട്. ഞാൻ ഓഫീസിലേക്ക് ഓട്ടത്തിലാണ്. ഹലോ, ഈസ് ദിസ് മാധുരി? അതെ. മാധുരി, ഞാൻ ജസ്റ്റിൻ വർഗീസ്, സിറ്റി പോലീസ് കമ്മീഷണറാണ്. റിയലി അപ്രീഷിയേറ്റ് യുവർ പെർഫോമൻസ്. ആക്ച്വലി ഞാൻ കുറച്ച് നാളായി മോൾക്കൊരു ടീച്ചറെ അന്വേഷിക്കുകയായിരുന്നു. മാധുരി എവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്? കോൺടാക്ട് എന്തെങ്കിലും ഉണ്ടോ? അറിയോ ആളെ? നൃത്ത ചൂടാമണി പണ്ഡിറ്റ് ഗീതാ ഗോവിന്ദൻ. സർ, വേണ്ട വേണ്ട, എല്ലാം എനിക്കറിയാം. എല്ലാം വളരെ വിശദമായിട്ട് പൂർണ്ണ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ബാംഗ്ലൂരിന് പോകേണ്ടതായിരുന്നു, പോയില്ല. ഒരുപക്ഷെ നിന്നെ കാണാനുള്ളൊരു നിമിത്തമായിരിക്കാം. മോളെ, ഈ കനലിൽ ഉരുകി ഉരുകി ഊതിക്കാച്ചിയ പൊന്നിന് ഒരല്പം തിളക്കം കൂടും. 28-ന് ബാംഗ്ലൂർ സ്വരതാണ് അല്ലേ? അത് കഴിഞ്ഞ് ജർമ്മനിയിലെ ഫ്രാങ്ക്ഫോർട്ട്. തയ്യാറായിക്കോളൂ, ഫെലോഷിപ്പിന് ഞാൻ എഴുതാം. ഇതങ്ങനെയല്ലേ? മറ്റേ തിരക്കുണ്ടാകണ്ട. സന്തോഷായില്ലേ? അപ്പൊ തയ്യാറായിക്കോളൂ. പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ 1.4 മില്യൺ വ്യൂസ്. ദ ഗേൾ ഓൺ ദ സ്കൈ. ആകാശത്തേക്ക് പറന്നു തുടങ്ങിയിരിക്കുന്നു നീ. ഞാൻ പറഞ്ഞിരുന്നു മാധുരി, എന്ന് നീ നിന്റെ ഉള്ളിനെ അറിയുന്നു, അന്ന് നിന്റെ ഉയർച്ചയുടെ തുടക്കമായിരിക്കും. രഞ്ജൻ, സോറി. ആയിരക്കണക്കിന് വരുന്ന ആൾക്കൂട്ടത്തിൻ്റെ മുൻനിരയിൽ ഞാനൊന്നുണ്ടാവും. ഇത്തവണ എൻ്റെ ലെൻസിലൂടെ അല്ല, വേദിയിലിരുന്ന് കാണണം എനിക്ക് നിന്നെ. ഈ വേദിയിൽ മാത്രമേ കൂടെ കാണൂ? എത്ര വേദികളുണ്ടാവും ഈ ജീവിതത്തിൽ? 1000 അതോ 10,000?